പാലക്കാട് കാളവണ്ടിയുമായി പോകുന്നതിനിടെ വഴി നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു. കേരാമ്പാറ സ്വദേശിയായ ഷെഫീഖാണ് കൊല്ലപ്പെട്ടത്. നെൽസൺ, ജെൻസൺ എന്നിവരാണ് ആക്രമിച്ചത്. നെൽസണും ജെൻസണും കാളവണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഷഫീഖും അപ്പോൾ ബാക്കിൽ ബൈക്ക് വഴി കൊടുക്കാൻ വേണ്ടി ഹോർണടിച്ച് റേസാക്കി ഹോർണടിച്ചപ്പോൾ അവന്മാർ എന്തിനാ ഹോർണടിക്കണം അങ്ങനെ പറഞ്ഞ് ആ പ്രശ്നം അതോടെ വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. പ്രശ്നം വേണ്ട പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഞങ്ങളുടെ കാളവണ്ടി മുമ്പുറത്തുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി വീട്ടിൽ അയച്ചു വിട്ടിട്ട് ജംഗ്ഷനിക്ക് വരുന്ന വഴിയിൽ 2 ബൈക്കിൽ ഞങ്ങൾ വന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന ബൈക്കിൻ്റെ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന ബൈക്കിൽ ഇവന്മാർ നെൽസൺ ചവിട്ടി താത്തിയിട്ട് ഒരു 4 പേര് വന്ന് പിടിച്ച് 2 സിംസനെയും നെൽസനെയും ഷഫീഖിനെയും കുത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, ഇതിപ്പോൾ കാളവണ്ടിക്ക് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്? കാളവണ്ടി പോകുമ്പോൾ അതിന് സൈഡ് ചോദിച്ചത് പ്രശ്നമായാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയത്? ഹർഷൻ, അതായത് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവത്തിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പ്രധാനമായും കാളവണ്ടിയുമായി പോകുകയായിരുന്നു നെൽസണും അതേപോലെ തന്നെ ജെൻസണും. ഇവരുമായി ഷെഫീഖ് അതുവഴി ബൈക്കിൽ വരികയായിരുന്ന ഷെഫീഖ് വാക്തർക്കമുണ്ടായി. പ്രധാനമായും ഷെഫീഖിന് ബൈക്ക് പോവാനുള്ള ഒരു വഴി ഈ കാളവണ്ടി പോകുന്നതിനാൽ തന്നെ തടസ്സപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വഴി മാറിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. തുടർന്ന് വാക്തർക്കം ഉണ്ടാവുകയായിരുന്നു. രാത്രി 10 മണിയോടുകൂടെ ഷെഫീഖ് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാനായി തിരികെ ഈ ടൗണിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൊഴിഞ്ഞാമ്പാറ ഉഴലപ്പതിയിൽ വെച്ച് ഉണ്ടാവുന്നത്. പ്രധാനമായും വൈകിട്ടുണ്ടായ വാക്തർക്കത്തെ തുടർന്ന് രാത്രി ഈ ജെൻസണും അതേപോലെ തന്നെ നെൽസണും അടക്കമുള്ളവർ ചേർന്ന് ഈ ഷെഫീഖിനെ ബൈക്കിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തുകയും പിന്നീട് അത് വാക്കേറ്റം ഉണ്ടാവുകയും ഈ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഉടൻ തന്നെ പരിക്കേറ്റ ഷെഫീഖിനെ കൊഴിഞ്ഞാമ്പാറയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഈ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം കൊഴിഞ്ഞാമ്പാറ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമമാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്. അർഷൻ.